വിഷ്ണു ആണ് ശരിക്കും. ഈ സൂര്യൻ പോലും വിഷ്ണുവാണ്. 10 സൂര്യന്മാരുണ്ടെന്നാണ് പറയണത്. അതിലൊരു സൂര്യനാണ് വിഷ്ണു, ഒരു സൂര്യനാണ് രുദ്രൻ, ഒരു സൂര്യനാണ് അതിഥിയുടെയും ദിതിയുടെയും മകനായിട്ടാണ് സൂര്യനെ കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ശാക്തേയത്തിൽ? ശാക്തേയത്തിൽ ഭദ്രകാളി ഉപാസനകൾ, ശാക്തേയത്തിൽ നിരവധി ആരാധനകളുണ്ട്. ശാക്തേയത്തിൽ സ്ത്രീ സംബന്ധമായിട്ട് പ്രധാനമായിട്ട് തിഥിയുടെ കാരകനായിരിക്കുന്ന വിഷ്ണു എങ്ങനെയാണ് സൂര്യനായി മാറുക എന്ന് ചോദിച്ചാൽ, അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ശരീരത്തിൽ ഓരോ ചക്രങ്ങൾ പ്രകാരമാണ് ഓരോ ദേവതകളെയും നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. ഇപ്പം ഓരോ മന്ത്രങ്ങൾ വെച്ചിട്ട് ഓരോ ചക്രങ്ങളും, ആ ചക്രങ്ങൾ വെച്ചിട്ട് ഓരോ ദേവതകളും. ഇപ്പം ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗണപത്യം, സുബ്രഹ്മണ്യം, ശങ്കരനാരായണൻ, ഇങ്ങനെ തുടങ്ങി 7 ദേവതകൾ. 7 ദേവതാ സങ്കല്പങ്ങളാണോ നമുക്ക് മൊത്തത്തിലുള്ളത്? അതായത് ഇതിന്റെ ബീജമന്ത്രങ്ങളാണ് ഈ ദേവതകളിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പറയുക. ഹ്രീം, ശ്രീം, ക്ലീം, ലീം ഒക്കെ പറഞ്ഞ ഓരോ ബീജമന്ത്രങ്ങളാണ്. ഈ ബീജമന്ത്രങ്ങളാണ് ദേവതാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശബ്ദങ്ങളാണെന്ന് പറയാം. അപ്പം അതിൽ എന്താ പറയുക, ഈ 7 ദേവതകളാണോ എന്ന് ചോദിച്ചാൽ, ഈ ശൈവം എന്ന് പറയുന്നതിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട് ഒരുപാട് ഭാഗങ്ങൾ. അപ്പോൾ ഈ 7നെ 70 വിഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമാക്കിയിട്ടുള്ള. ആ 70 7 7 49 70 വിചാരങ്ങളെ 7ആയിട്ട് തിരിക്കുമ്പോൾ 490 വിഭാഗങ്ങളുണ്ട്. അങ്ങനെ 490 മന്ത്രമൂർത്തികളുടെ പൂജകൾ ഇന്ന് നിലവിലുണ്ട്. 490 മന്ത്രമൂർത്തികളുടെ പൂജകൾ ഇന്ന് നിലവിലുണ്ട്. ഇതിൽ പ്രധാനം ശൈവമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. അതിനെല്ലാത്തിനും ഒരു മാസ്റ്റർ ഉണ്ട്. ഇപ്പം നിങ്ങൾ പൂജ കഴിക്കുന്നു, ശൈവം എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുമ്പോൾ 5 മുഖങ്ങളാണ് ശിവനുള്ളത്. ഈശാനം, തൽപുരുഷം, സദ്യോജാതം, അതുപോലെ വാമദേവം, അങ്ങനെ 5 മുഖങ്ങളുണ്ട്. ഈശാനം, തൽപുരുഷം, അഘോരം, സദ്യോജാതം, വാമദേവം, അങ്ങനെ 5 മുഖങ്ങളാണ്. ഈ 5 മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് നമഃശിവായ എന്ന് എഴുതി. നമഃശിവായ നമ്മൾ പറയുന്നത് ഇദ്ദേഹത്തിനാണ് സംഹാരത്തിൻ്റെ മൂർത്തിയായിട്ടാണല്ലോ കാണുന്നത്. അപ്പം ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപമല്ല, രുദ്രൻ എന്ന് പറയുന്നത് ഒരു രൂപമാണ്. അത് വേദകാലത്തിലുള്ളതാണ് രുദ്രൻ. വേദത്തിൽ വരുന്ന ഒരു ദേവതയുടെ പേര് തന്നെയാണ് രുദ്രൻ. ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദത്തിൽ തപ്പിപ്പോയാൽ കിട്ടില്ല. കാരണം വേദം കഴിഞ്ഞിട്ടാണ്, വേദമെന്ന് പറയുന്ന സംഗതികൾ വന്നതിന് ശേഷമാണ് ഈ ദേവതാഭാവത്തിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് വേദകാലഘട്ടത്തിൽ രുദ്രൻ എന്ന് പറയുന്നതും ഇതിൽ ശിവൻ്റെ ഒരു രൂപത്തിലും രുദ്രൻ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ലാതെ മൃത്യുഞ്ജയൻ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. അതോടൊപ്പം തന്നെ ദക്ഷിണാമൂർത്തിയുണ്ട്. അങ്ങനെ അനവധി ശൈവ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ശൈവം എന്ന് പറയുന്നത്. ആ ശൈവം കഴിയുമ്പോഴാണ് പിന്നെ അടുത്തത് വൈഷ്ണവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശൈവത്തിൻ്റെ പ്രധാനമായിട്ടും ഈ 5 മുഖങ്ങളാണ്, 5 ഇതായിട്ടാണ്. അത് എന്താ പറയണേ, ഇദ്ദേഹം സംഹാരത്തിൻ്റെ മൂർത്തിയായിട്ടാണ് കണക്കാക്കുന്നത് ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു നമ്മൾ പറയണ മറ്റേ ഈ വിഷ്ണുവിനൊക്കെ നമ്മൾ പൂജകൾക്ക് അലങ്കാരവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ ശിവനെ സംബന്ധിച്ച് അങ്ങനെ അലങ്കാരങ്ങളോ അലങ്കാരപ്രിയനോ ഒന്നും അല്ല. അരൂപിയായിരിക്കുന്ന ഒരു ഇതാണ്. ഒരു ഇപ്പോൾ നമ്മൾ വിഗ്രഹങ്ങൾ നോക്കിയാൽ തന്നെ ഒരു ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. ഒരു അടയാളം മാത്രമാണ് അർത്ഥം. അങ്ങനെ ഒരു ശക്തിയുണ്ട്. അടയാളം എന്ന് പറയുന്ന ആ ശിവലിംഗം എന്ന് പറയുന്ന ഒരു അടയാളമാണ്. അടയാളം എന്ന് പറയുന്ന വാക്കാണ് ലിംഗത്തിൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ പവർ വരുന്നത് പിരമിഡ് പോലെയുള്ള ഇതിലാണ്. പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമല്ല. അതെ, ശ്രീചക്രം ഒരു പിരമിഡാണ്. പിരമിഡ് പോലെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ പവർ വരുന്നത്, കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മളുടെ കൈലാസം എന്ന് പറയുന്ന ഒരു പിരമിഡാണ്. അത് മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിയാ നിർമ്മിതമായ ഒരു പിരമിഡാണ്. ആ പിരമിഡിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കൂ, അത് ശിവലിംഗമായിട്ട് മാറും. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിവലിംഗത്തിന് പ്രത്യേകിച്ച് ഒരു നിയതമായൊരു രൂപമായിട്ട് കണക്കാക്കുന്നില്ല ആരും. അത് അതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നിങ്ങനെയുണ്ട്, ഒന്ന് ഈ ദ്രാവിഡ സംസ്കൃതിയുടെ ഭാഗമായിട്ട് വരുന്നതുണ്ട്. ആര്യന്മാർക്ക് ഒരിക്കലും ആര്യന്മാരുടെ ഒരു അവസ്ഥ വേറെയായിരുന്നു. അവർ വേറെ ഒരു രീതിയിലായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അവർ വൈഷ്ണവമായിരുന്നു കൂടുതൽ ആരാധിച്ചത്. പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു ശിവലിംഗം. അത് ഈ പ്രകൃതി എല്ലാം ഈശ്വരൻ തന്നെയാണല്ലോ. ഇതെല്ലാം നമ്മൾ കൂടുതൽ നമ്മൾ അങ്ങനെ വാസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ കാണുന്ന ജലത്തിന്റെ തുള്ളി പോലും ഈശ്വരൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ശൈവമായിട്ട് നിൽക്കുന്ന ശൈവത്തിലെ സ്ത്രീകളുണ്ട്. ഇപ്പോൾ പാർവതി, സ്ത്രീ സങ്കല്പത്തിൽ പാർവതി, അതുപോലെ അത് ശൈവമായിട്ടാണ് കണക്കാക്കുന്നത്. പാർവതിയും ശൈവമായിട്ടാണ് കണക്കാക്കുന്നത്. ഭദ്രകാളി ശൈവമായിട്ട്, ശിവന്റെ മകളായിട്ടാണ് കണക്കാക്കുന്നത്.
വൈഷ്ണവമാണ് ഭുവനേശ്വരി എന്നൊക്കെ പറയുമ്പോൾ വൈഷ്ണവമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ വൈഷ്ണവ സ്ത്രീ സങ്കല്പങ്ങൾ കുറവാണ്, ശൈവ സ്ത്രീ സങ്കല്പങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്, ഭഗവതിമാരായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർഗ ശൈവമായിട്ട് വരുന്ന ഒരു, ശൈവവും വൈഷ്ണവും എല്ലാം കൂടി ചേർന്ന് ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഇത് ഈ ഭഗവതിമാരിലും അങ്ങനെ തന്നെ വരുന്നുണ്ട്. എങ്കിലും ശൈവാരാധനയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിലനിന്നിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ മന്ത്രമൂർത്തിയുടെ ഒരു ഭാവത്തിലേക്ക് ശിവൻ വരുമ്പോൾ നിരവധി ആരാധനകളുണ്ട്. യോഗീശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. എനിക്കൊന്നു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു മത്സരമുണ്ട് ഈ ശിവനും വൈഷ്ണവരും ഈ ശൈവരും തമ്മിൽ, വിഷ്ണുവും ശിവനും തമ്മിൽ ആ ഒരു മത്സരം. ഇല്ല, അത് ശരിക്കും ആളുകൾ തമ്മിലുള്ള മത്സരമാണ്. അവരുടെ സംശയങ്ങളും അവരുടെ ഈ തർക്കങ്ങളും ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരാരാധിക്കുന്ന ദേവതകളെ മുമ്പിൽ നിർത്തുന്നേ. ശരിക്കും ശിവനും വിഷ്ണുവായിട്ടല്ല പ്രശ്നങ്ങൾ മനുഷ്യന്മാർ തമ്മിലുള്ള ചിന്തകളാണ് പ്രശ്നം. അതിൽ കൂടുതലും നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ശൈവം തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത് കൂടുതലും പ്രധാനപ്പെട്ടതായിട്ട്. പക്ഷെ അവിടെയൊക്കെ ശൈവത്തിനോട് കൂടി തന്നെയാണ് സന്യാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നത്. സന്യാസം അതായത് സംഹാരകനായിരിക്കുന്ന ശിവനിലേക്ക്, അല്ലെങ്കിൽ ശിവൻ എന്താണോ, ശിവൻ സന്യാസിയായിരുന്ന, അല്ലെങ്കിൽ സന്യാസം എന്ന് പറഞ്ഞാൽ അത്ര അറിവുണ്ടായിരുന്ന, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ മൂർത്തിയായിരുന്ന ശിവനിലേക്ക് എന്നുള്ളതാണ് ഈ സന്യാസത്തിൻ്റെ ലക്ഷ്യം. ലയിച്ചു തീരുന്നത് നമ്മൾ വിഷ്ണുവിലേക്കാണെന്ന് പറയുമെങ്കിലും നമ്മൾ ഈ സന്യാസത്തിൻ്റെ രീതിയിലേക്ക് നമ്മൾ പോകുന്നത് ശിവനെയാണ് നമ്മൾ പിന്തുടരുന്നത്. സന്യാസം സ്വീകരിക്കുന്ന ഒരാൾക്ക് ചെരുപ്പ് വേണ്ട, തൻ്റെ പുറത്തെ ഉള്ള ഈ നമ്മുടെ ആകാരങ്ങളിലൊന്നും താല്പര്യങ്ങളില്ല, ജടാന്തരകൾ ഉണ്ടാവും, അതൊന്നും വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ശൈവാരാധകരെ ശിവനും അങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ, ആ ഒരു സങ്കല്പത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശൈവാരാധനയിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഈ ശൈവം എന്ന് പറയുന്ന 70 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സങ്കല്പങ്ങളുണ്ട് നമ്മുടെ അതിൽ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളതാണ് ശൈവം എന്ന് പറയുന്നത്. എനിക്കൊന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് വൈഷ്ണവത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും നല്ല ഒരുങ്ങിയൊക്കെയാണ്. അതാണ് പറഞ്ഞത്. അവിടെ ശൈവത്തിൻ്റെ നേരെ വ്യത്യസ്തമാണ്. അവിടെ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാവുന്നത്. വിഷ്ണുവിൻ്റെ ഭാഗവതമൊക്കെ പറയുന്നത് പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത്. അപ്പം വിഷ്ണു ആണ് ശരിക്കും, ഈ സൂര്യൻ പോലും വിഷ്ണുവാണ്. 10 സൂര്യന്മാരുണ്ടെന്നാണ് പറയണത്. അതിലൊരു സൂര്യനാണ് വിഷ്ണു, ഒരു സൂര്യനാണ് രുദ്രൻ, ഒരു സൂര്യനാണ് അതിഥിയുടെയും ദിതിയുടെയും മകനായിട്ടാണ് സൂര്യനെ കഥകളിൽ കൂടി പറയുന്നത്. അപ്പോൾ ശരിക്കും സ്ഥിതിയുടെ കാരകനായിരിക്കുന്ന വിഷ്ണു എങ്ങനെയാണ് സൂര്യനായി മാറുക എന്ന് ചോദിച്ചാൽ, സൂര്യനില്ലെങ്കിൽ ലോകമില്ല. സൂര്യനുള്ളത് കൊണ്ടാണ് നമ്മൾ സസ്യങ്ങൾ പാകം ചെയ്ത് ആ ധാന്യമായിട്ടും ധാന്യം നമുക്ക് ഭക്ഷണമായിട്ടും മാറുന്നത് സൂര്യനുള്ളത് കൊണ്ടാണ്. ആ സൂര്യൻ ഇല്ലെങ്കിലത്തെ അവസ്ഥ എന്തായി? അപ്പോൾ അത് വിഷ്ണുവിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പാലാഴിയിൽ കിടക്കുന്ന സൂര്യൻ എന്ന് പറയുമ്പോൾ, നമുക്ക് പാലാഴിയിൽ കിടക്കുന്ന വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റെവിടെ അന്വേഷിച്ചു പോകണം. നേരെ തെളിഞ്ഞ ഒരു ആകാശത്തേക്ക് നോക്കിയാൽ മതി. ഒരു ഭാഗത്ത് കത്തി നിൽക്കുന്ന സൂര്യൻ തന്നെയാണ് വിഷ്ണു. ആ ആകാശം തന്നെയാണ് പാലാഴി, ഈ ഭൂമി തന്നെയാണ് അനന്തൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ സങ്കല്പങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഇത് വളരെ കാവ്യാത്മകമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ ഇതാണ് വൈഷ്ണവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് വൈഷ്ണവ ദേവതകളും നമുക്ക് ഒരുപാടുണ്ട്. അതും ഈ പറഞ്ഞ പോലെയാണ്. നമുക്ക് എണ്ണങ്ങളെ എണ്ണി പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ഇപ്പോൾ കൃഷ്ണനുണ്ട്, വിഷ്ണു ഉണ്ട്, ധന്വന്തരമൂർത്തി ഉണ്ട്, പിന്നെ 10 അവതാരങ്ങളുണ്ട്. മത്സ്യംകൂർമ്മ വരാഹം മുതലായ അവതാരങ്ങൾ മുഴുവൻ വൈഷ്ണവമാണ്. പിന്നെ ദുർഗ ചില ഭാഗങ്ങളിൽ വൈഷ്ണവമായിട്ട്, ഭുവനേശ്വരി, അന്നപൂർണേശ്വരി ഒക്കെ വൈഷ്ണവമായിട്ട് ആരാധിക്കുക. ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും ഒക്കെ ഈ ദേവതകൾ അങ്ങോട്ടും ഇതാവുന്നുണ്ട്, ശാക്തയം ഇതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവതി സങ്കല്പങ്ങൾ വിഷ്ണുവിൻ്റെ കൂടെയുണ്ട്. ബ്രഹ്മരക്ഷസ് ഒരു വൈഷ്ണവ ആരാധനയുടെ ഭാഗമാണ്. വൈഷ്ണവ ആരാധന കുറച്ചും കൂടി സാത്വികമായിട്ടുള്ള ആരാധനകളാണ്. കൂടുതലായിട്ടും ഈ ശൈവത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു നമ്മളെന്താ പറയുക, രജോഗുണപ്രദമായിട്ടുള്ള ആരാധനകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും വൈഷ്ണവത്തിൽ വരുമ്പോൾ പൂർണ്ണമായിട്ടും സാത്വികമായ ആഹാരം, സാത്വികമായ ഭക്ഷണം, സാത്വികമായ ചിന്തകൾ, സാത്വികമായിട്ടുള്ള ആരാധനകളൊക്കെ തന്നെ വൈഷ്ണവത്തിൽ പറയുന്നുണ്ട്. ശാക്തേയത്തിലും പറയാത്ത സാത്വികതയുള്ളത് വൈഷ്ണവത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്കൊന്ന് നമുക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ വേണമെങ്കിൽ നമ്മൾ വിഷ്ണുവിനെ, അതെല്ലാം നമ്മളെ മൈൻഡ് ഡിപ്പെൻഡ് അപ്പോൺ അവർ മൈൻഡാണ്. നമ്മൾ ശിവനെ ആരാധിച്ചാൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും, ഇല്ലെന്നല്ല. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു സംഗതി, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടിയ ഏത് ദേവനെയാണോ നിങ്ങൾക്ക് ആരാധിക്കാൻ സാധിക്കുന്നത്,
അത് ഏത് ദേവതയായാലും അത് തന്നെ നിങ്ങൾക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരും. ആ ചിന്തയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആ ചിന്തയിൽ കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അതിപ്പോൾ ഏത് ദേവതയുടെ ഇതായാലും മതി. അത് നമുക്ക് കൂടുതൽ വൈഷ്ണവമായിട്ട് തോന്നുകയാണെങ്കിൽ അത് വൈഷ്ണവമാണ്, വിഷ്ണുവാണ്. ഇങ്ങനെയുള്ള ഓരോ ദേവതകൾക്കും പ്രത്യേക ഉപാസനാ രീതികൾ ഉണ്ടല്ലോ. അതിപ്പോൾ ഉപാസനാ രീതികൾ എന്ന് പറയുന്നത് ഏകാദശി വ്രതം എന്ന് പറയുന്ന ഒരു ഉപാസന, ഒരു സാധകൻ അനുഷ്ഠിക്കുന്ന ഒരു സംഗതിയാണ്. അത് പ്രത്യേകിച്ചൊരു ഒരു ഒരു ഇതൊന്നും ഒരു ഉപാസന എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഗുരുവിനെ കണ്ട് നമ്മൾ ഇന്ന ദേവനെ എനിക്ക് ഉപാസിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പലതായിട്ടുള്ള രൂപങ്ങളെ പറ്റിയിട്ടൊക്കെ ഗുരുനാഥൻ പറഞ്ഞു തന്നു. നമ്മൾക്കതിലേക്ക് അതെല്ലാ ദേവതകളും എങ്ങനെ തന്നെ നമ്മൾ വിഷ്ണുവിനെ ഉപാസിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ രക്ഷസിനെ നമ്മൾ കുട്ടിച്ചാത്തനെ ഉപാസിക്കുകയാണ്. കുട്ടിച്ചാത്തന് വിഷ്ണു മായയാണ്, വിഷ്ണുവിൻ്റെ ഇതിൽ വരുന്നതാണ് വിഷ്ണു. അപ്പോൾ ഒരു ഉപാസനയാണ്. ഇദ്ദേഹം എപ്പോഴും ഈ ദേവനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് തന്നെയാണ് എനിക്ക് ഗുണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബ്രാഹ്മൺസൊക്കെ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോകുന്നത് ഈ സന്ധ്യാവന്ദനം കൊണ്ടാണ് എനിക്ക് ഗുണമുണ്ടാകുന്നത്, എൻ്റെ ഈശ്വരൻ ഈ കാണുന്ന ഉദിച്ചു വരുന്ന ഈ സൂര്യനാണ്, അല്ലെങ്കിൽ അസ്തമിച്ച ചന്ദ്രൻ, അങ്ങനെ അങ്ങോട്ട് വൈകുന്നേരം പടിഞ്ഞാറേക്ക്. അപ്പം അങ്ങനെ ഈ ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ ഈ ദേവനാണ് എനിക്ക് എൻ്റെ ഗുണങ്ങളെല്ലാം തരുന്നത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം സന്ധ്യാവന്ദനാധികാരികൾ ചെയ്യുന്നത്. അതിൽ ഗായത്രി എന്ന് പറയുന്ന മന്ത്രമുണ്ട്. അപ്പോൾ ഗായത്രി ഉപാസനയുണ്ട്. അപ്പോൾ ഗായത്രിയാണ് എനിക്ക്, ഗായത്രി മന്ത്രമാണ് എനിക്ക് തരുന്ന ഐശ്വര്യങ്ങൾ എന്ന് പറയുന്ന പോലെ അവിടേക്ക് നമുക്ക് ആരെയും ചേർക്കാം. വിഷ്ണു ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനായിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, അവിടേക്ക് നമുക്ക് ആരെയും ചേർക്കാം. ഉപാസനയിൽ നമുക്ക് യാതൊരു ഇതുമില്ല. നമ്മൾ ഒരു ദേവതാഭാവത്തെ നമ്മൾ ഉപാസനയ്ക്കായിട്ട് നമ്മൾ ആചാര്യം പറഞ്ഞ് നമ്മൾ ഉപാസിച്ച് തുടങ്ങിയാൽ പിന്നീട് അതിൽ നിന്ന് മാറാതെ ആ ദേവനെ തന്നെ ഉപാസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെവിടെയെങ്കിലും മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഈ ദേവതാ സങ്കല്പങ്ങളുടെ ഒക്കെ ഉദ്ദേശം. അതാണ്, അത്രയേ ഉള്ളൂ. അങ്ങ് പറഞ്ഞല്ലോ ഇപ്പം ശൈവത്തിലാണെങ്കിൽ പോലും ഭഗവതിമാര്, ഇപ്പൊ പാർവതി ശൈവമാണ്. വൈഷ്ണവത്തിലേക്ക് വരുകയാണെങ്കിൽ അവിടെയും ദുർഗയും എല്ലാം വൈഷ്ണവത്തിലാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ശാക്തേയത്തിൽ? ശാക്തേയത്തിൽ ഭദ്രകാളി ഉപാസനകൾ, ശാക്തേയത്തിൽ നിരവധി ആരാധനകളുണ്ട്. ശാക്തേയത്തിൽ സ്ത്രീ സംബന്ധമായിട്ട്, പ്രധാനമായിട്ട് സ്ത്രീ സംബന്ധമായുള്ള ഇതെല്ലാം ശാക്തേയമാണ്. ഭഗവതി സംബന്ധമായിട്ടുള്ള സകല ഉപാസനകളും ശാക്തേയമാണ്. പുരുഷനും സ്ത്രീയും ഇല്ലാതെ പ്രപഞ്ചമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പുല്ലിംഗവും ഒരു സ്ത്രീലിംഗവും ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല.